ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് മെയ് 6 മേടം 23 വ്യാഴാഴ്ചയാണ് എന്നെ പ്രസവിച്ച ദിവസം എന്ന് പറയുന്ന ദിവസം. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ പിറന്ന ദിവസമാണ്, പിറന്നാളല്ല, നാളല്ല, ദിവസമാണ്. അപ്പോൾ ആ ബർത്ത്ഡേ ദിവസമായിട്ട് കുറച്ച് റെസിപ്പികളുണ്ടാക്കി. ആ റെസിപ്പികളുടെ വീഡിയോ എടുക്കുകയാണ്, കാണിക്കാം. അപ്പോൾ റെസിപ്പികൾ ഉണ്ടാക്കിയത് വിളമ്പയാണ് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം. ചെറിയ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ, എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ മാത്രമായിട്ട് കുഞ്ഞ് സെലിബ്രേഷൻ. സദ്യ കഴിക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഒരു കുഞ്ഞ് സദ്യ പോലെ, എല്ലാ കറികളൊന്നുമല്ല, ചെറിയതാണ്. അപ്പോൾ അതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും വാ. അപ്പോൾ ചെറിയൊരു സദ്യയാണ്. അപ്പോൾ അതിനായിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് കാണിക്കാവേ. കുഞ്ഞു സദ്യ എന്ന് വെച്ചാൽ സ്മാർട്ട് സദ്യ. ആദ്യം നമ്മൾ ഇഞ്ചിക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി ഇഞ്ചിക്കറി വേണമെന്ന് വിചാരിച്ചു. എല്ലാ കറികളൊന്നും വെച്ചിട്ടില്ല കേട്ടോ, ചെറിയ സദ്യയാണ്. എനിക്ക് തോന്നിയാണ് ചെയ്യണമെന്ന്. അപ്പോൾ ബിരിയാണി വയ്ക്കേണ്ടതെന്ന് വിചാരിച്ചു. കറിവേപ്പില കൊണ്ട് ഇട്ട് കൊടുത്ത് ഇഞ്ചി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതെല്ലാം ഞാൻ കാണിച്ചിട്ടുള്ളതുകൊണ്ട് വ്യക്തമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. ചെറിയ ഉള്ളി മറ്റോളം കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കും. ഇത് നമ്മളെ തിരുവനന്തപുരത്ത് തെക്കൻ സ്റ്റൈൽ ഇഞ്ചിക്കറിയാണ്. ബാക്കിയുള്ളവർ കാണുന്നവർക്ക് ഇങ്ങനെയാണോ ഇഞ്ചിക്കറി വെച്ചിട്ട് പുളിയിഞ്ചി അല്ല കേട്ടോ, ഇഞ്ചിക്കറിയാണ്. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ശകലം മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ട് അതൊന്ന് നമുക്ക് തണുക്കാൻ വയ്ക്കാൻ. അത്രയേ ഉള്ളൂ ഇത് ഇഞ്ചിക്കറിയുടെ പണി. പെട്ടെന്ന് തീർന്നില്ല. ഞാൻ സ്പീഡിലിട്ടിരിക്കുകയാണ് കേട്ടോ. വീഡിയോ നീണ്ടു പോകണ്ട, ബർത്ത്ഡേ അല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാം കുറച്ച് കാണിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ കോരി മാറ്റി നമുക്ക് തണുക്കാൻ വയ്ക്കാം കേട്ടോ. ഞാനിരുന്ന് എല്ലാമൊക്കെ ഇളക്കിയൊക്കെ കൊടുത്തു. ഇവർക്ക് ഓടി നടന്ന് ജോലിയായിരുന്നു. നമുക്ക് മാങ്ങയച്ചാറൊക്കെ ഇടണമായിരുന്നു കേട്ടോ അവൾക്ക്, ചേച്ചിക്ക്. അപ്പോൾ പിന്നെ അടുത്ത് ആ പാത്രം തന്നെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച്. ഇതിപ്പോൾ എൻ്റെ സ്വഭാവം അറിയാമല്ലോ, ഒരു പാത്രമേ വയ്ക്കുള്ളൂ. ചൂടുവെള്ളം രാവിലെ ചൂടാക്കി വെച്ചിട്ട് അതിനൊക്കെ എടുത്ത് കഴുകിക്കളയും. ചൂടുവെള്ളമെന്ന് വെച്ചാൽ കറിക്കൊക്കെ പച്ച മണം വരാതിരിക്കാൻ. കുറച്ച് കടുക്, കുറച്ച് ജീരകം, കുറച്ച് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് ബീൻസ് ഒരു സവാളയും 2 പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിരുന്നു, അതിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അമ്മയാണ് ക്യാമറ, അമ്മയാണ് ബീൻസൊക്കെ അരിഞ്ഞു വെച്ചത്. കുറച്ച് ഉപ്പുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോഴത്തേക്കും ഇതൊന്ന് അടച്ച് വയ്ക്കുമ്പോൾ തന്നെ ഇതങ്ങ് വേവും, വെന്ത് വരും കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഈ അടുപ്പിന് തീ കൂടുതലാണ്, ഫ്ലെയിം ചെറുതാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാത്രം ഒന്ന് ഇതാവുന്നതാണ്. നല്ല പാത്രമാണ് കേട്ടോ, നല്ല പാത്രമാണ് ഇത്. നല്ല കട്ടിയുള്ള പാത്രമാണ്. ഇതിലേക്ക് നമ്മൾ തേങ്ങയും ജീരകവും കറിവേപ്പിലയും കൂടെ അരച്ചതിട്ട് കൊടുത്തു. അരച്ച് ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്കൊരു ശക്കല ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇത് എൻ്റെ കോപ്രായങ്ങളാണ് കേട്ടോ. എന്നിട്ട് ആ തോരൻ കോരി മാറ്റി വെച്ചിട്ട് ആ പാത്രം തന്നെ വെച്ചെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കടുക് പൊട്ടിക്കുന്നു. വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. വറ്റൽമുളക് ഇടുന്നു. വറ്റൽമുളകും കടുക് വറുക്കാൻ എടുക്കുമല്ലോ. പിന്നെ ഉള്ളി എല്ലാത്തിനും ഒന്നും ഇട്ടിട്ടില്ല. പരിപ്പിന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അരപ്പാണ് ജീരകവും തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് അരച്ച് വെച്ചതാണ്. അതിലേക്ക് നമ്മൾ അരപ്പ് കടുക് വറുത്ത് ഒഴിച്ച് കൊടുത്ത് ഇനി കുക്കറിൽ പരിപ്പായിരുന്നു. പരിപ്പും ഒരു സവാളയും 2 പച്ചമുളകും കൂടെ വെച്ചിരുന്നു, വേവിച്ച് വെച്ചിരുന്നത് ഉടച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ സൂപ്പർ പരിപ്പ് കറി ഇവിടെ റെഡിയാണ് കേട്ടോ. നമ്മളിന്ന് പയർ വറുത്തിട്ടല്ല ഇട്ടത് കേട്ടോ, ഓൾറെഡി അങ്ങ് എടുത്ത് പരിപ്പ് കറി വെച്ചതാണ്. ഇത് നമ്മുടെ പരിപ്പ് കറിയാണ് കേട്ടോ. അതും വെച്ച് മാറ്റി. ഇത് ആ പാത്രം കഴുകി എടുത്തു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, കടുക് പൊട്ടിച്ചു. സദ്യയുടെ കറിയല്ലേ, അതുകൊണ്ട് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്ന കേട്ടോ. എന്നൊന്നും വെക്കേണ്ട, ഒലീവ് ഓയിലാണ് നല്ലതെന്നാണ് പറയുന്നത് ഡോക്ടർ കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മാങ്ങയും സവാളയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമാങ്ങയും സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞത് കടുക് പൊട്ടിച്ച് വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതെന്തിനാണെന്ന് കാണാം. നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി ശകല ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് വെച്ച് നമുക്കിത് ഇതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ തന്നെ പെട്ടെന്ന് വെന്തേ. ഇത് പച്ചടിക്കാണ്, മാങ്ങാ പച്ചടി വയ്ക്കാമെന്ന് വിചാരിച്ചു. മാങ്ങാ പച്ചടിക്കായിട്ട് അത് റെഡിയാക്കുകയാണ് കേട്ടോ. സാമ്പാർ, പുളിശ്ശേരി ഒന്നുമില്ല, അതുകൊണ്ട് സദ്യ എന്ന് പറയാക്കൂല. ചിക്കനില്ല, മീൻ കറിയില്ല. എന്നിട്ട് ഇതേ അരപ്പ് കടുകും തേങ്ങയും മുളകും കൂടി അരച്ചതാണ് ഇട്ട് കൊടുത്തത്.
അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ അവിടെ ഇരുന്നുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം ഇളക്കി കറക്റ്റ്ലി എല്ലാം ആക്കി തൈര് ഒഴിച്ച് കൊടുത്ത് എടുത്ത്. അപ്പോൾ പച്ചടിയും റെഡിയായി കേട്ടോ. പച്ചടിയും റെഡിയായി. പിന്നെ ആ ഗ്യാസ് കത്തിച്ചു, ആ പാൻ തന്നെ ആ പാത്രം തന്നെ ചൂടുള്ളത് കഴുകി അങ്ങോട്ട് വെച്ച് കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. നമ്മുടെ ഇഞ്ചി പിന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ട് തണുത്തപ്പം. അത് ഇഞ്ചി കറിയുടെ അവസാനം ഇഞ്ചി കറിയാണ് വയ്ക്കുള്ളത്. അപ്പോൾ അടുക്കളയിൽ അമ്മച്ചി എന്താണ് പപ്പടവും പൊരിച്ച് മീനും പൊരിച്ച്, കാരൽ മീനായിരുന്നു കേട്ടോ. ഇവിടെ പിടിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എല്ലാം കൂടെ നടക്കത്തില്ല. പിന്നെ എനിക്ക് കുളിക്കണം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അമ്മച്ചി അവിടെ ഒരു ഇടവേള സമയങ്ങളിൽ എപ്പോഴും ഇവിടെ നിൽക്കണ്ടല്ലോ, കൊണ്ടൊക്കെ ഇട്ട് എന്നിട്ട് അങ്ങ് പോയാൽ മതി, ബാക്കി ഞാൻ ഇളക്കി കൊടുക്കുമല്ലോ അങ്ങനെ. അപ്പോൾ അവിടെ പൊരിച്ചു. എന്നിട്ട് വറ്റൽമുളക്, കടുക്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി പുളിവെള്ളത്തിൽ നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ തന്നെ പുളിവെള്ളം എടുത്ത് അത് ഇഞ്ചി നന്നായിട്ട് അതിൽ എടുത്ത് പിന്നെ കലക്കി വെച്ചിരുന്നു. പിന്നെ തീ കൂടുതലായതുകൊണ്ട് ഓടണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇഞ്ചി കറിയും റെഡിയായി. പുളി ഒരു ചെറിയ നെല്ലിക്ക വലിപ്പം അത്ര ഇഞ്ചി കേട്ടോ. അത്ര ഇഞ്ചിക്ക് അത്ര പുളി, തിളച്ച വെള്ളം ഇത്രയേ ഉള്ളൂ. തിളച്ച വെള്ളം പിന്നെ കായപ്പൊടി, ഇനി അല്പം പഞ്ചസാര കൂടി ഇടുമ്പോഴത്തേക്കും അതിൻ്റെ രുചിയൊക്കെ ക്രമീകരിക്കും. റെഡിയായി. പിന്നെ ഞാൻ കുളിച്ചൊരുങ്ങി റെഡിയായി വന്ന് ഇഞ്ചിക്കറി, തോരയും പച്ചടി, ഇനി പരിപ്പ്, പപ്പടം, മീൻ പൊരിച്ചത്, പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചതെന്ന് വെച്ചാൽ ചെറിയ രീതിക്കൊരു ഇത് മതി. കാരണം നമുക്ക് അങ്ങനെ ആഘോഷമൊന്നും വേണ്ട എന്ന് വിചാരിച്ചു. ബിരിയാണി വെച്ചാൽ എന്നും ബിരിയാണിയല്ലേ നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബിരിയാണി മിക്ക ദിവസം ബിരിയാണി വയ്ക്കുമല്ലോ. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ ബിരിയാണി വേണ്ട. എനിക്ക് ചോറും കറിയാണ് ഇഷ്ടം. പക്ഷേ മീൻ കറി വെച്ചില്ല കേട്ടോ. കറി വയ്ക്കാനുള്ള മീനൊന്നും കിട്ടിയില്ല. കാരൽ മീനായിരുന്നേ. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് വേറെ എങ്ങും പോയില്ല. നമ്മൾ അങ്ങനെ പോയി യാത്ര അങ്ങനെയൊന്നുമില്ല. ഈ ബർത്ത്ഡേ ആഘോഷങ്ങൾ വരെ ഇല്ല. പിന്നെ പണ്ടൊക്കെ ചേച്ചി പിന്നെ കേക്ക് മേടിച്ച് തരുമായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടുണ്ട്, അവൾ മേടിച്ച് തരുമായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം അനിയത്തി കുഞ്ഞമ്മയുടെ മോൾ മേടിച്ച് തന്നു. അങ്ങനെയൊക്കെ. പിന്നെ കാക്കച്ചി വന്നതെന്ന് മുതൽ കാക്കച്ചി ഇതുപോലെ മേടിക്കും. ഇന്നലെ ചേച്ചി സർപ്രൈസായിട്ട് ആണ്, ഞാനൊന്നും അറിഞ്ഞില്ല. കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി. പായസം ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. കാക്കച്ചി രാവിലെ പോയി ഫ്രൂട്ട്സ് ഉച്ചയ്ക്ക് ഐസ്ക്രീം കൊണ്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി. ഫ്രൂട്ട് സലാഡല്ല, ഫ്രൂട്ട്സ് എല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് ഐസ്ക്രീം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നത്. പായസം വേണ്ട. അതിപ്പോൾ പായസം അടുത്ത ദിവസം തന്നെ വെക്കണം. നമ്മുടെ അച്ഛൻ്റെ ആണ്ടുബലി വരെയാണ്. അപ്പോൾ പിന്നെ അന്ന് വെക്കാൻ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് പായസം വെച്ചില്ല. പിന്നെ ആരുമില്ല, അതൊന്നും നമ്മൾ മാത്രമല്ലോ, മാമിയൊന്നും ഇല്ലല്ലോ. പിന്നെ അവരൊന്നും കുടിക്കാനൊന്നും പായസം ഒന്നും വെച്ചില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഇപ്പോൾ ബർത്ത്ഡേ ഒക്കെ ഇത്ര സന്തോഷമാണെന്ന് വെച്ചാൽ എനിക്ക് നല്ല സന്തോഷം. അതിന് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നല്ലൊരു സന്തോഷമാണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യരെ നമുക്ക് തിരിച്ചറിയാം. വീട്ടിലുള്ളവരെ നമ്മളെങ്ങനെ കെയർ ചെയ്യുന്നു മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കാക്കച്ചിയൊക്കെ പറയുന്നത് ബർത്ത്ഡേ ഒക്കെ ആഘോഷം അതൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയാണ് അവരുടെയൊക്കെ കാര്യങ്ങൾ. എനിക്ക് കന്യാകുമാരിയിൽ കൊണ്ടുപോയി ചേച്ചി അവൾ ഉടുപ്പ് വാങ്ങി തന്നു. പിന്നെ കമ്മലൊന്ന് മാറ്റി, കമ്മൽ മാറ്റി. അങ്ങനെയൊക്കെ ഈ ബർത്ത്ഡേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര സന്തോഷമായി. കമ്മൽ മാറ്റിയ കാര്യമൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതൊക്കെ ഞാൻ പിന്നെ സ്പീഡിൽ ഇടുന്നതാണ്. അത് വീഡിയോ കാണുന്നുള്ളവർ സപ്പോർട്ട് ചെയ്യണം. യൂട്യൂബിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പേരൊക്കെ കാണുന്നുള്ളൂ. അല്ലാണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാണുന്നവർക്ക് വേണ്ടി മാത്രം ഷർട്ട് മാത്രം ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇടാറില്ല കേട്ടോ. ഒത്തിരി ദിവസങ്ങളിൽ ഇടാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് കാണാനൊരു താല്പര്യമില്ലാത്ത പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഇടാത്തത്. പക്ഷേ ഞാൻ കരുതുന്നത് നമ്മൾ ഇടണം. അതും വേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. Happy birthday to you. Thank you, thank you. ഇവിടുത്തെ കൂടെ നല്ല ഒരു പൂവിനെ കിട്ടി. ഇവിടെ വരും. അത് കാരണം എനിക്ക് കയ്യിൽ കുരുകാലല്ലേ അമ്മ. കുഞ്ഞുവാ
ദേ അവിടെ വന്നിരുന്ന എനിക്ക് ഇനി 2 ജനങ്ങളും കൂടെ ഉണ്ട്. എൻ്റെ കൈ നോക്കണം വാ. അപ്പോൾ ദേ ചട്നി മാമിയുടെ ഉദ്ഘാടനമായിരുന്നു. രഞ്ജിത ആണ് ഈ വന്നത്. രഞ്ജിത നമ്മുടെ പുനലൂർ ഒരു ഗ്രൂപ്പുണ്ട്, നമ്മൾക്ക് ഭയങ്കര സപ്പോർട്ടീവായ ഒരു ഗ്രൂപ്പ്. അതിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ടും എല്ലാം ആണ്. അപ്പോൾ വന്നതാണ് ഈ കാണുന്നത്. ഹായ്. അപ്പോൾ പ്രതീക്ഷിച്ചിരിക്കാതെ നനച്ചിരിക്കാതെ ഒരു അതിഥി വന്നിട്ടുണ്ട്. ബർത്ത്ഡേ ആയിട്ട് വീട്ടിൽ തന്നെയാണ്, പ്രോഗ്രാമുകളൊന്നുമില്ല, വീട്ടിൽ തന്നെ വീട്ടിലുള്ള പ്രോഗ്രാമുകളേ ഉള്ളൂ, നമ്മുടെ വീട്ടിലുള്ളവരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പ്രതീക്ഷിച്ചിരിക്കാതെ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ആൾ വന്നിട്ടുണ്ട്. ആളെ കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാം, കുറച്ച് പേർക്കൊക്കെ അറിയാം, എന്നെ അറിയുന്ന കുറേ പേർക്ക് അറിയാം. കാണിച്ചോളൂളേ. ഇത് പ്രത്യേകിച്ച് എടുത്തോ, ഇനി ആൻറ്റി ഒന്നുകൂടെ എടുക്കും. പ്രത്യേകിച്ച് ഞാനൊരു വ്ളോഗ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ എനിക്ക് എന്താണ് കുറേ ആൾക്കാരെ ഭയങ്കര ബഹുമാനം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം കണ്ടിട്ട്, അവർ ജീവിക്കുന്ന രീതി കണ്ടിട്ട്, അല്ലെങ്കിൽ അവരുടെ അനുഭവം, അവർ എങ്ങനെ ഇവിടെ ത്യാഗം സഹിക്കുന്ന മനുഷ്യരുണ്ടെന്നൊക്കെ പറയില്ലേ, വെറുതെ പറഞ്ഞുകൊണ്ട് പോകുന്നതല്ല. അങ്ങനെ ഒരു എനിക്ക് ഭയങ്കര ബഹുമാനമുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. രഞ്ജിത എന്ന് പറയുന്ന ഈ ഒരു അമ്മയെ, ഇത് രഞ്ജിത എന്ന് പറയുന്ന അമ്മയാണ്. ഈ രഞ്ജിത എന്ന് പറയുന്ന അമ്മയെ ഞാൻ അമ്മയാണെന്ന് എടുത്തു പറയുന്നത്, ഒരു മോളുണ്ട്, രഞ്ജിതയ്ക്ക് ഒരു മോളുണ്ട്. മോളുടെ പേര് സൂര്യ എന്നാണ്. മോള് നമുക്ക് ഓട്ടിസ്റ്റിക്കായ മക്കളെ അറിയാമല്ലോ, കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഓട്ടിസ്റ്റിക്കായ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. അപ്പോൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ ആൾക്കാർ ചെയ്യേണ്ട ചെറിയ ദുഃഖങ്ങൾ പോലും ആത്മഹത്യ ചെയ്യും, ചെറിയ ദുഃഖങ്ങൾ പോലും ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെയൊക്കെ പറയുന്നവരുടെ ഇടയിൽ ഈ ഒരു അമ്മയെ, അല്ലെങ്കിൽ ഇതുപോലെ കുറേ അമ്മമാരുണ്ട്, മാതാപിതാക്കളുണ്ട്. അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഓട്ടിസ്റ്റിക്കായ മക്കളെ അല്ലെങ്കിൽ ഡിസബിലിറ്റിയുള്ള ആൾക്കാരുടെയൊക്കെ അമ്മമാർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട്. ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ, എനിക്ക് ഡിസബിലിറ്റിയാണ് ഇവിടെ. അപ്പോൾ അതുപോലെ അമ്മമാർക്കാണ് കൂടുതലൊരു, അധികവും അമ്മമാർക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു അമ്മയാണ് ഇന്ന് കിട്ടിയത്. എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. ഇന്ന് അതിഥിയായിട്ട് ഇവിടെ പോയി നമ്മുടെ ചട്നി മാമിയുടെ പ്രോഗ്രാമിന് വന്നതാണ്, പോയിട്ട് ഇവിടെ കയറിയതാണ്. അപ്പോൾ കാണിച്ചു കൊടുക്കും, ആൻറ്റിയെ കാണിച്ചു കൊടുക്കും. എന്താണ് പറയാനുള്ളത്? പിന്നെ ദീജുവിന്റെ ബർത്ത്ഡേയും കൂടാണ് ഇന്ന്. അതെ അതെ. അന്നേരം എനിക്ക് ദീജുവിനെ ഇന്ന് തന്നെ കാണാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. വർഷങ്ങളായിട്ട് നമ്മള് സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കളെന്നല്ല, ഒരു അല്ലാത്ത വ്യക്തിബന്ധങ്ങളും ഉണ്ട്. അതെ, എനിക്ക് ഭയങ്കര ബഹുമാനമുള്ള വ്യക്തികളിൽ ഒരാളാണ്. ഭയങ്കരമായിട്ട് ഞാൻ എപ്പോഴും പറയും, എൻ്റെ അമ്മയൊക്കെ എന്തെങ്കിലും വിഷമിക്കുമ്പോൾ ഞാൻ പറയാം, അമ്മ ഇതൊന്നും നല്ല വിഷമം, നിങ്ങളെക്കാട്ടും വിഷമം അനുഭവിക്കുന്ന മനുഷ്യർ ഈ ലോകത്തുണ്ട്. വിഷമമല്ല, അതിന് സന്തോഷം കണ്ടെത്തുന്നുണ്ട്. എന്നാലും ഒരുപാട് പോരാളികളാണെന്നൊക്കെ പറയും. അങ്ങനെ ഒരാളാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം വന്നതിൽ. എൻ്റെ വീട്ടിൽ വന്നുള്ള ആശംസകൾ പറയാനുള്ള വലിയ സന്തോഷം. വീഡിയോ ഒക്കെ എടുത്ത് പറയാനല്ല, വലിയ സന്തോഷം.